കർത്താവിങ്കിലേക്ക് കടന്നുവ. കം നിയറർ ടു ദി ലോഡ്. ദൈവം നമ്മളെ ദിനംപ്രതി മാടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വചനം അയച്ചുകൊണ്ടേയിരിക്കണം. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നല്ല മനുഷ്യരുടെ ഇടയ്ക്ക് പോയി വചനം പറയണം. നല്ല പാപികളുടെയും ദോഷികളുടെയും ദൈവത്തെ അറിയാത്തവരുടെ അടുക്കും കാട്ടിൽ വസിക്കുന്നിടത്തും എവിടെയെല്ലാമോ നമുക്ക് മരുഭൂമിയിൽ ചെന്നും ചിലപ്പം ദൈവവചനം പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ സൗദിയിലൊക്കെ ഉള്ളപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, മരുഭൂമിയിൽ തന്നെ നടക്കുന്നവരുടെ മുമ്പിൽ യേശു ക്രിസ്തു പ്രത്യക്ഷനാകും. അലഞ്ഞ് നടക്കുന്ന മരുഭൂയാത്ര മതിയാക്കുമ്പോൾ യേശു പ്രത്യക്ഷപ്പെടും. നമ്മൾ വീട്ടിൽ തനിയെ ഇരിക്കുമ്പോൾ കർത്താവ് പ്രത്യക്ഷനാകും. പാവം പിടിച്ച ഒരു മനുഷ്യൻ അഭിഷേകം വേണേ അഭിഷേകം വേണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അയാൾ പ്രാർത്ഥിച്ച് കുറേ പ്രാവശ്യം പേടെ മേൽ ദേഹത്തോട്ട് വെള്ളം ഇങ്ങനെ വീണ് അഭിഷേകം. ഇതൊക്കെ നടക്കുന്നുണ്ട് ഇന്നും. അതിശയങ്ങൾ ദൈവത്തിൻ്റെ ഇപ്പോഴും നടന്നുകൊണ്ട് തന്നെയായിരിക്കുന്നത്. കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ കാലങ്ങളിൽ കാണുന്ന ഒരു സത്യം. മനുഷ്യർക്കിപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പിന്നെ അതുപോലെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാവുന്ന വലിയ വലിയ കമ്പനികൾ, ഫ്യൂ കമ്പനീസ് ആർ ഗൈഡിങ് റൂളിങ് എവറിത്തിങ് ഇൻ ദിസ് വേൾഡ് ഇല്ലേ? അങ്ങനെ ഒരു കാലാവസ്ഥയെ മാറിയിരിക്കുക. അപ്പോൾ ഈ കമ്പനികളിലൊക്കെ ജോലി കിട്ടുന്ന പിള്ളേർക്ക് നല്ല ശമ്പളമാണ്. പിന്നെ അവർക്ക് പിന്നെ മറ്റുള്ളവരെ ഒന്ന് നോക്കണം ആഗ്രഹമില്ല, ചിന്തയില്ല, സമയമില്ല, അതുപോലെ വർക്ക് ചെയ്യിപ്പിക്കും. പക്ഷെ ഇവർ മനസ്സിലാക്കുന്നില്ല, ഇവരെ ഇങ്ങനെ അലൂർ ചെയ്തിട്ട് ദൈവത്തിൽ നിന്ന് ഇവരെ മാറ്റി 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 ദൈവം ഇല്ലാത്തൊരു സ്റ്റേജിലോട്ട്. നമ്മൾ സ്വീഡന്, അതുപോലെ ഫ്രാൻസ്, ഇംഗ്ലണ്ട്, അതുപോലെ ജർമ്മനി, ഇവിടെയൊക്കെ ചെല്ലാമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന യേശുവിനെക്കുറിച്ച് കേൾക്കുന്നവർ പോലും കുറവാണ്. അറിയത്തില്ല യേശു ആരെ എന്ന് ചോദിക്കുന്നത് കേൾക്കാം. അപ്പോൾ ഈ ദൈവം തമ്പുരാൻ തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനാകുമ്പം കർത്താവ് പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം, ഗോ അൺടു ഓൾ ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗുഡ് ന്യൂസ്. എല്ലായിടത്തും പോയി ഈ വചനം പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ തന്നെ അലസതയാണ്. ആ ഒരു തീക്ഷ്ണമായ ഒരാഗ്രഹം ദൈവം ഇട്ടുതരണം. പല മിഷനറിമാരും മരണത്തിൻ്റെ മുമ്പിൽ ഭയപ്പെടാതെ പോയി വചനം പറയുന്നു. ഇപ്പോൾ ഇറാനിലൊക്കെ എന്തുമാത്രം കൺവേർഷനാണ് നടക്കുന്നത്. കർത്താവിൻ്റെ ആ വിശ്വസ്തത പലരിലേക്കും പടരുകയാണ്. ഇംഗ്ലണ്ടിൽ റിവൈവൽ വരുന്നുണ്ട്, അതുപോലെ സൗദി അറേബ്യയിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് ഒരിടത്ത് പ്രവർത്തിക്കുന്നില്ല എന്ന് വേറൊരിടത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇതിങ്ങനെ ദൈവത്തിൻ്റെ കാറ്റ് പോലെ ഇത് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നും ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ കർത്താവിൻ്റെ ജീവിതകാലത്ത് കർത്താവ് പറഞ്ഞൊരു സത്യം ഇന്നും സത്യം തന്നെയാണ്. കർത്താവ് ജീവിതകാലത്ത് പറഞ്ഞൊരു വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 23:37 തൊട്ട് 39 വരെയുള്ള വാക്യം. ഇത് വളരെ പിടിച്ചു കുലുക്കുന്ന ഒരു വാക്യമാണ്. യെറുശലേമേ യെറുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിൻ്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതൊരു കണ്ടീഷണലായിട്ടുള്ള ഒരു അനുഗ്രഹം കൂടാണ്. കർത്താവിന് വളരെ സങ്കടമായിട്ട് ക്രൂശുമരണത്തിന് മുൻപേ യെരുശലേമെ നോക്കിക്കൊണ്ട് കർത്താവ് കരയുന്ന ഒരു ഭാഗമാണ്. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ നെഞ്ചോട് ചേർത്ത് ചിറകിൻ കീഴിൽ ചേർക്കുന്ന പോലെ നിൻ്റെ മക്കളെ, അതായത് നമ്മളെ ചേർക്കാൻ എത്ര പ്രാവശ്യം ദൈവത്തിന് മനസ്സലിവ്. കർത്താവ് ഇപ്പോഴും പറയുമ്പോഴും പറയുകയാണ്, ഞാൻ നിന്നെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ അടുക്കലേക്ക് വരണമെങ്കിൽ ആദ്യം വിശ്വാസം വരണം. വിശ്വാസം എങ്ങനെ വരും? ആരെങ്കിലും പറയണം. വിശ്വാസം കേൾവിയാൽ, കേൾവി ദൈവവചനത്താൽ. അപ്പോൾ ഈ കേൾവിയിൽ വചനം കേൾക്കുന്നില്ല എങ്കിൽ ശരിയാണ്, പലരുടെ ദൂതുകൾ കേൾക്കുന്ന ഒരു കാലയളവാണ്. പക്ഷേ അതുപോലെ പാപം പെരുകിയിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ദൂത് അതുപോലെ പടർന്നേ പറ്റൂ. അത് ആരെ ഇപ്പോൾ എന്ത് പറയുന്നു എന്നല്ല, ഈ വചനം എപ്പോഴാർക്കാ കൊള്ളുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഈ വചനം അയച്ചാൽ അത് ചെന്ന് കറക്റ്റായിട്ടുള്ള വ്യക്തിയിൽ കൊള്ളിക്കാൻ പരിശുദ്ധാത്മാവിനറിയാം. എല്ലാവർക്കും വേണ്ട, ആവശ്യമുള്ളവരുടെ മേൽ ചെന്ന് അത് പ്രവർത്തിക്കാൻ സമയമാകുമ്പം നമ്മളത് അറിഞ്ഞോ അറിയാതെയോ അത് കേട്ടിരിക്കും. നമ്മൾ ഓരോ മീറ്റിങ്ങിന് പോകണോ വേണ്ട ദൈവത്തോട് ചോദിച്ചേച്ച് പോകുമ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കുള്ള ദൂതായിരിക്കും അവിടെ പറയുന്നത്. കാരണം
ദൈവം നമ്മുടെ ആവശ്യങ്ങളെ, ഹൃദയങ്ങളെ അറിയുന്നത്. നമ്മളിവിടെ ഇരുന്ന് ഒരു എക്സാമ്പിൾ പോലെ ചിന്തിച്ച് നോക്കിയേ. നമ്മളിവിടെ ഇരുന്ന് ഒരാളെക്കുറിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുക 2-3 പ്രാവശ്യം, തീർത്തും അവർ നമ്മുടെ മുമ്പിൽ വരും. ആ ഒരാഴ്ചക്കകം ദൂരെ ഇരിക്കുന്ന ആളുകൾ ചിലപ്പോൾ എന്നെ കാണണമെന്ന് പറയും. കാരണം വചനത്തിൽ കൂടെ കണ്ടു കഴിഞ്ഞു സംഹാവ് അവരുടെ മുമ്പിൽ ഞാൻ ചെന്ന് പ്രത്യക്ഷപ്പെടും. അപ്പോൾ അവർ പറയൂ, കഴിഞ്ഞ ആഴ്ച ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതേ ഉള്ളൂ നിങ്ങളെ ഒന്ന് കാണണമെന്ന്. അതുപോലെ തന്നെ ഞാൻ ഒരാളെ ആഗ്രഹിക്കണമെന്ന് വിചാരിക്കുമ്പോഴും അങ്ങനെ വിചാരിക്കും അവരെൻ്റെ മുമ്പിൽ വന്ന് വരുന്നതാണ്. അത് പവർ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ദ ലിവിങ് ഗോഡ് അലൈനിങ്. നമ്മൾ ഒരാളെക്കുറിച്ച് ഇത് തന്നെയാണ് ദൈവത്വം. ദൈവത്തെ കാണണമെന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മേലുണ്ടായെങ്കിൽ കർത്താവ് അറിയുന്നു. ആ ആഗ്രഹം നമ്മൾ ഇട്ടത് ദൈവമാണ്. അത് നമ്മൾ പറയുമ്പോൾ യേശു നമ്മുടെ അടുക്കൽ വരും. എൻ്റെ തന്നെ ഒരു റിലേഷൻ വന്നപ്പോൾ ഞാൻ കുറേ ഉപദേശം കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി നീ യേശുവിനെ കാണുമെന്ന് പറഞ്ഞു. അത് നമ്മൾ യേശുവിനെ കുറിച്ചാണ് പലത് പറഞ്ഞ് നമ്മുടെ വേദനകളെല്ലാം ഇങ്ങനെ കരഞ്ഞ് ഇങ്ങനെ കഴുകി കളയുകയാണ്. ലാസ്റ്റിൽ കുട്ടിക്ക് ഡെലിവറൻസ് കിട്ടി. അതായത് ഡെലിവറൻസ് മീൻസ് ഈ നെഞ്ചിനകത്തെ പെയിൻ അങ്ങോട്ട് മാറുകയാണ്. ഒരാളോട് ഈ വേദനകളെല്ലാം പറഞ്ഞു യേശുവിന് മുമ്പിൽ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇന്ന് രാത്രി യേശുവിനെ കാണുമെന്ന് പറഞ്ഞു. അതിന് നമ്മുടെ ഭവനത്തിൽ തന്നെയാണ് കിടന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ചോദിച്ചു, യേശുവിനെ കണ്ടോ? അപ്പോൾ എന്നോട് പറഞ്ഞു, യേശു കരിയിലയുടെ, അതായത് നമ്മുടെ 2nd ഫ്ലോറിൽ അപ്പുറത്തെ വീടിൻ്റെ ഏകദേശം അതേ ലെവലിലാണ്. ആ കരിയിലേക്കൂടെ നടന്ന് എൻ്റെ അടുക്കിലേക്ക് വരുന്നത് ഞാൻ അനുഭവപ്പെട്ടെന്ന്. വരും, ഇപ്പോഴും വരും. അത് ദൈവത്തിൻ്റെ സങ്കടം എന്താ? അങ്ങേയറ്റം സ്നേഹിക്കേണ്ടത്. അതായത് അമ്മയപ്പൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താ? നമ്മുടെ സ്നേഹം ഒന്ന് പകരാൻ, നമ്മുടെ മക്കളിലേക്ക് പകരാൻ, നമ്മുടെ കൊച്ചുമക്കളെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പം അതിന് തടസ്സമായിട്ട് ദുഷ്ടപിശാച് ആവശ്യമില്ലാത്ത ദുഷ്ടചിന്തകൾ ഇട്ടിട്ട് അവരെ അകറ്റാൻ നോക്കും. ഒരിക്കലും അത് ദൈവത്തിൻ്റെ അല്ല, ഒരിക്കലും ദൈവത്തിൻ്റെ അല്ല. ദൈവം പറയുന്നത് അത് ആ ഒരു ദുഃഖം അത് നമുക്ക് നമ്മുടെ മക്കളെ കെട്ടിപ്പിടിക്കാനോ അല്ലെ നമ്മുടെ കൊച്ചുമക്കളെ നെഞ്ചോട് ചേർത്ത് അവരെ അനുഗ്രഹിക്കാനോ ഒക്കുന്നില്ല എങ്കിൽ അവിടെ ഒരു തടസ്സം വന്നു കഴിക്കുകയാണ്. ആ തടസ്സം ദൈവത്തിൻ്റെ അല്ല, അത് അഴിഞ്ഞു പോയേ പറ്റൂ. അവിടെ യേശു ഇതേ വേദന അനുഭവിച്ചതിനാൽ എൻ്റെ വേദന ഞാൻ അങ്ങോട്ട് പകരുകയെന്ന് അമ്മയപ്പന്മാർ പറഞ്ഞാൽ ദൈവം അത് കേൾക്കട്ടെ കർത്താവേ, അങ്ങനെ തന്നെ പറയുന്നു. അതാണ് കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിൻ്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. അപ്പോൾ പ്രശ്നം ദൈവത്തിനാണോ നമുക്കാണോ? ദൈവം മാടി വിളിക്കുമ്പം കടന്നു ചെല്ലാനുള്ള വിനയം മാത്രമല്ലേ. ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്, ആ മക്കളെ മടിയിലിരിക്കാൻ അവർ ഓടി വന്ന് മടിയിലിരിക്കും. ചില പിള്ളേർ മാറി നിൽക്കും. ഓരോ ക്യാരക്ടറാണ്. പക്ഷെ ക്രിസ്തുവിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ളപ്പം അവൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലാണ്. നമ്മൾ അവൻ്റെ സൃഷ്ടികളാണ്, മനോഹരം. ഏതൊരു വ്യക്തിയും ദൈവത്തിന് വിലപ്പെട്ടതാണ്, അതിനകത്ത് വ്യത്യാസമില്ല. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ എന്താ പറയുന്നത്, ഞാൻ എത്ര വട്ടം നിങ്ങളെ സ്നേഹിക്കാൻ, എങ്ങനെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ ഞാൻ എത്ര വട്ടം ആഗ്രഹിച്ചു. പക്ഷെ നിങ്ങളോ മറുത്ത് നിൽക്കുകയാണ്. കാരണം ഈ സ്നേഹത്തെക്കുറിച്ച് ആരും പറഞ്ഞു കൊടുക്കുന്നില്ലല്ലോ. പിന്നെ കാണിക്കുന്ന സ്നേഹമൊക്കെ വികട സ്നേഹങ്ങളാണ്. സ്നേഹം വിരൂപമാക്കി മാറ്റുന്ന സ്നേഹങ്ങൾ. ഒരു വിശുദ്ധ സ്നേഹം എന്ന് അതിനൊരു പരിധിയുണ്ട്, അതിനൊരു മനോഹരത്വമുണ്ട്, അതിനൊരു പവിത്രതയുണ്ട്. അതൊക്കെ നമ്മൾ ആഗ്രഹിക്കണം. കർത്താവേ, എൻ്റെ ഭവനത്തിൽ അത് സംഭവിക്കണം എന്ന് പറയുമ്പോൾ അത് ദൈവം ചെയ്തു തരും. അതുകൊണ്ട് എത്ര വട്ടം നിങ്ങൾക്കോ മനസ്സായില്ല, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം, അതായത് കർത്താവിൻ്റെ പിതാവാം ദൈവത്തിൻ്റെ നാമത്തിൽ വന്ന പുത്രൻ തമ്പുരാൻ എനിക്ക് എന്നെ നമ്മൾ പറഞ്ഞ് ഏറ്റുപറയും വാവുകൊണ്ട്, അതായത് വോയിസ് ആക്ടിവേറ്റഡ് പ്ലാനറ്റ്, വി ഹാവ് ടു സേ ഇറ്റ് വിത്ത് അവർ മൗത്ത് എലൗഡ്. നമ്മൾ വാവുകൊണ്ട്, നമ്മുടെ വാവിന്മേലാണ് ജീവനും മരണവും ഇരിക്കുന്നത്. അനുഗ്രഹവും ശാപവും നമ്മുടെ നാവിന്മേലാണ് ഇരിക്കുന്നത്. ഹൃദയത്തിൽ സംഗ്രഹിച്ച് വെക്കുന്ന ചിലർ പറയും ഞാനധികം സംസാരിക്കത്തില്ല, വെൽ ആൻഡ് ഗുഡ്, നല്ലത് തന്നെ. പക്ഷെ സ്വർഗരാജ്യത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പം ഉറക്കെ പറയുന്നവർക്ക് പ്രത്യേക ഒരു കൃപയുണ്ട്. അതും തിന്മയ്ക്കല്ല, നന്മയ്ക്കായിട്ട് പറയുക. നമ്മൾ പറയും എൻ്റെ ചുറ്റും ദൈവത്തിൻ്റെ ദൂതന്മാർ നിൽക്കുന്നുണ്ട്. കർത്താവിൻ്റെ ശ്വാസം എൻ്റെ മേൽ അയക്കുകയാണ് ഈ സമയത്ത്. അതുകൊണ്ടാണല്ലോ പറയാൻ നോക്കുന്നത്. ഒരേപോലെ റെക്കോർഡിങ് നടത്തുകയാണ്, എന്നിട്ടാണ് ഓരോ ദിവസവും വരുന്നത്. അല്ല അന്നല്ല ഞാൻ എടുക്കുന്നത്. ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഫ്ലോയിങ് ത്രൂ മീ. ഒരു ചാനലായി പോലെ ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് ദൈവവചനം വളരെ ലളിതമായിട്ട് പറഞ്ഞു തരുന്നത്. അത് പ്രാപിച്ചെടുക്കാൻ ഒരു തടസ്സം ഉണ്ടാകല്ലേ. അതിന് മുമ്പിൽ ഒരു മലയും നിൽക്കരുത്.
അതിൻ്റെ മുമ്പിലുള്ള തിരശ്ശീല അഴിഞ്ഞു പോകട്ടെ. നമ്മുടെ കണ്ണുകളുടെ അന്ധത മാറിപ്പോട്ടെ. നമ്മുടെ ചെകിടൻ അല്ലെങ്കിൽ ബുദ്ധിമന്ദത മാറിപ്പോയിട്ട് ദൈവം പറയുന്ന വിശുദ്ധ വചനം അത് ജീവനും ചൈതന്യമുള്ള ഇരുവാൾത്തലയുള്ള ഏത് വാളിനേക്കാളിലും മൂർച്ചയേറിയതാണ്. അത് എൻ്റെ ചിന്തകളെയും നിലവുകളെയും വിവേചിച്ചറിഞ്ഞിട്ട് എവിടെയാണ് എൻ്റെ ദൈവത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാതെ ദൈവത്തെക്കാട്ടിൽ വലുതായിട്ട് വേറെ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ വേരോടുന്നത് പറിച്ചെടുത്ത് കർത്താവ് കരിച്ചു കളയുന്നു. വി ആർ സബ്മിറ്റിങ്. കർത്താവെ വി ഗിവ് യു ഫുൾ ഫ്രീഡം. അതാണ് കർത്താവെ. നമ്മൾ വരത്തില്ലേ അഴുക്ക് പുരണ്ട പിള്ളേർ അവർ തന്നെ കഴുകൂല, പക്ഷേ അമ്മയപ്പന്മാരത് കണ്ടുകൊണ്ടിരിക്കുമോ? പ്രത്യേകിച്ച് അമ്മമാർ. നമ്മൾ ഓടിച്ചെന്ന് അതിനെ പിടിച്ചോണ്ട് പോയി ബാത്റൂമിൽ കൊണ്ടുപോയി കഴുകി കുളിപ്പിച്ച് പൗഡർ ഇട്ട് നല്ല ഉടുപ്പിടിക്കുന്നവരെ നമുക്ക് സ്വസ്ഥതയില്ല. ഒരമ്മയാണ്. എന്തെങ്കിലും ഒരു അഴുക്ക് കണ്ട് അത് ക്ലീൻ ആക്കുന്നുണ്ടോ? എനിക്ക് സ്വസ്ഥതയില്ല. ഐ ഹാവ് ടു ഡൂ ദാറ്റ്. ഒത്തിരി പെർഫെക്ഷൻ അല്ലെങ്കിൽ ഐ ഹാവ് ടു ഡൂ ഇറ്റ്. അത് അല്ലേ ദൈവം നമ്മളെ കൊണ്ട് എത്രയോ മനോഹരമായിട്ട് അപ്പച്ചൻ പെർഫെക്റ്റായിട്ട് ചെയ്യും. വിശുദ്ധനായ ദൈവം നമ്മളെ ശുദ്ധീകരിച്ച് അവന് യോജിച്ച പാത്രങ്ങളാക്കി നമ്മളെ മാറ്റി. എത്ര പാത്രങ്ങൾ വേണേലും കൊണ്ടുവന്ന് വെക്കാമെന്ന്. 1000 പാത്രം കൊണ്ടുവെക്കുന്നതിന് 1000 പ്രതിഫലം, 10 കൊണ്ടുവെക്കുന്നതിന് 10 കൂടെ, 100 കൊണ്ടുവെക്കുന്നതിന് 100. ദേശത്തുള്ള അനേക മക്കൾക്ക് വേണ്ടി വചനം ചെല്ലുന്ന ഓരോ ഭവനത്തിലുള്ളവരും ഓരോ പാത്രമായിട്ട് കർത്താവിന് മുമ്പിൽ കടന്നു വരട്ടെ. തൻ്റെ സ്നേഹം സ്വീകരിക്കാൻ തക്കവണ്ണം അവിശാലമായ സ്നേഹത്തിൻ്റെ ഹൃദയം അവർക്ക് പകർന്നു കൊടുക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ യേശുവിൻ്റെ മടിയിലിരുത്തി അപ്പച്ചൻ താലോടുന്നു. ഈ ദിവ്യ സ്നേഹം ലഭിക്കാൻ വചനം കൊണ്ട് പറഞ്ഞു അപ്പച്ചൻ അത് ഏറ്റെടുത്തിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അതാ നിൻ്റെ മുൻപിലേക്ക് മക്കളെ കൊണ്ടുവന്നു വരും. മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ഞങ്ങളെ തന്നെ, ഞങ്ങളുടെ പ്രായമുള്ളവരെങ്കിലും സ്നേഹം ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ ആ വിശുദ്ധ സ്നേഹം നിന്നിൽ നിന്ന് പകരാതെ ഞങ്ങൾക്ക് വില തോന്നത്തില്ല. ആ മറ്റുള്ളവർ പറയുന്ന കാര്യം കാണാൻ അത് നല്ലതാ ഇത് നല്ലതാന്നൊക്കെ പറയും. പക്ഷെ നീ പറയുമ്പം എൻ്റെ പ്രാണപ്രിയനായ ദൈവം പറയാണ്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായിരിക്കുന്നു. ഞാൻ നിന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. ശരിയായി പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഞാൻ എൻ്റെ കിരീടമാക്കി മാറ്റിയിരിക്കുകയാണ്. കർത്താവിൻ്റെ മഹത്വരമായ കിരീടവും നിൻ്റെ തേജസ്സുമാക്കി കാണുന്ന പ്രതീകമായിട്ട് ഞങ്ങളെ മാറ്റുകയാണ്. ഞങ്ങളാകുന്ന പാത്രങ്ങളിലേക്ക് നിൻ്റെ ദിവ്യ തേജസ്സിനെ നിറച്ചിരിക്കുന്നതിനാൽ നിറയെ തന്നെയല്ല ഓവർഫ്ലോ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴാണ് സങ്കീർത്തനം 23 പറയുന്നത് പോലെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. അങ്ങോട്ട് ഓടിപ്പോണ്ട, പക്ഷെ ഇങ്ങോട്ട് വരും. ആ സ്നേഹത്തിൻ്റെ ആഴം നമ്മളിലേക്ക് പകരട്ടെ പകരട്ടെ പകരട്ടെ. നാഥാ, തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ കഴിവില്ലായ്മ ഉണ്ടോ, അല്ലെ നിൻ്റെ സ്നേഹം കിട്ടാൻ വയ്യാത്തവണ്ണം ഉദ്ദേശിച്ചത് ലഭിക്കാതെ ഇരിക്കുന്നുണ്ടോ, നിരാശ വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം വിശുദ്ധ രക്തവും വെള്ളം ഒഴിച്ച് തുടച്ചിട്ട് പുതു സൃഷ്ടികളാക്കി മാറ്റുന്നു. നിൻ്റെ ആത്മാവരുടെ മേൽ വ്യാപരിക്കട്ടെ. നിൻ്റെ ശ്വാസം അവരുടെ മേൽ ഊതി അയക്കുന്ന അപ്പച്ച അങ്ങനെ തന്നെ അത് ചെന്ന് കൊള്ളട്ടെ. കർത്താവിൻ്റെ ശ്വാസം ചെന്ന് നഖതന്മാർ ജീവിക്കുമോ? അതെ, ഇനിയും കളപ്പുരയിൽ വിത്ത് കിടപ്പുണ്ടോ? എടുത്ത് പുറത്തോട്ട് ഇടട്ടെ. നല്ല വിത്തുകൾ. തീരുമാനം എടുക്കേണ്ട സമയത്ത് തീരുമാനം എടുക്കാണ്ട് ബുദ്ധിയിട്ട് കൊടുക്കുക. ചെയ്യേണ്ട കാര്യങ്ങൾ തക്ക സമയത്ത് ചെയ്യാൻ 2 ദൂതന്മാരെ അസൈൻ ചെയ്ത് കൊടുക്കണം. ജോലി ചെയ്യിപ്പിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ വിശ്വസ്തത. മക്കളെ ഉന്നത പദവിയിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് അപ്പച്ചൻ്റെ ബാങ്ക്വറ്റ് ഹാളിൽ, ആ വിരുന്നശാലയിൽ അപ്പച്ചൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷിക്കാൻ മരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇരിക്കുമ്പം ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും. ആത്മാവെ ഉണരുക, ഉണരുക, ഉണരുക. ആത്മാവിനെ തട്ടി ഉണർത്തുന്നു. കർത്താവെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് പോലെ അവരറിഞ്ഞോ അറിയാതെയോ ഇരിക്കുമ്പോഴും നീ അവരെ സ്നേഹിച്ചുകൊണ്ട് നടത്തുന്ന സ്നേഹത്തിന് നന്ദി. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.